ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലൊരു കിടിലൻ റെസിപ്പിയാണ്. ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് മീഡിയം പഴുപ്പുള്ള പഴമോ നന്നായിട്ട് പഴുത്ത പഴമോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 പഴവും ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു 2 പഴവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ടതില്ല. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ട മാത്രം പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് റവയും പിന്നെ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൻ്റെ റവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കപ്പിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവവും ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. ഇനി ഇത് കട്ടകളൊന്നും കൂടാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. വിസ്ക് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളകി കിട്ടും. നമ്മുടെ ഈ ഒരു മാവ് നല്ല രീതിയിൽ ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഷേപ്പിലാണോ കിട്ടേണ്ടത് അതിനനുസരിച്ചുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കേക്കിൻ്റെ മൗൾഡിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കുറച്ചൊരു നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചോറ് കഴിക്കുന്ന പാത്രത്തിലോ കറി ബൗളിലോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിനുള്ളിൽ അരിപ്പത്തട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു മൗൾഡ് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടും. ഇനി ഇത് ചൂടോടെ തട്ടിയെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ വക്കൊക്കെ ഇളക്കി കൊടുക്കുന്നത്. ചൂടാറിയിട്ടാണെന്നുണ്ടെങ്കിൽ തനിയെ വക്കൊക്കെ ഇളകി വരും. അപ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. സ്ഥിരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. എത്ര കഴിച്ചാലും മതി വരികയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.